ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭ ഓഗസ്റ്റ് 22 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭൂസ്വർഗ റാണിയുടെ തിരുനാളാണ് ആഘോഷിക്കുക. ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ 8-ാം ദിവസം അവിടുത്തെ രാജ്ഞി പാദ തിരുനാൾ ആഘോഷിക്കുന്നത് സമുചിതമാണ്. കന്യകാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം സ്വർഗരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടുവെന്ന് ജപമാലയുടെ 5-ാം രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ രാജ്യപാദം നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ അമ്മയുടെ രാജ്ഞിപദം പരോക്ഷമായി നാം പ്രഖ്യാപിക്കുന്നു. തന്നിമിത്തം 1925 ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ കന്യകാംബയുടെ രാജ്ഞി പാദ തിരുനാൾ ആഘോഷിക്കാൻ ദൈവമാതൃഭക്തരായ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി. വളരെ പ്രാചീനമായ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ദൈവമാതൃഭക്തിയുടെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ഭവനത്തിൽ ക്രിസ്തു എന്ന് വാഴും, അവിടുത്തെ രാജ്യത്തിന് അതിർത്തികൾ ഉണ്ടാവുകയില്ല എന്നീ വചനങ്ങൾ ദൈവമാതാവിൻ്റെ രാജകീയ പദവിക്ക് സാക്ഷ്യം വഹിക്കുന്നു. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ ദൈവമാതാവിനെ അഖില ലോകരാജാവായ ക്രിസ്തുവിൻ്റെ അമ്മ, അഖില ലോകരാജാവിനെ പ്രസവിച്ച കന്യക അമ്മ എന്നൊക്കെ സംബോധന ചെയ്തിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ ഈ ദൃശ്യമായ വചനങ്ങൾ വിശുദ്ധ അൽഫോൺസ് ലിഗോറി ഇങ്ങനെ സമാഹരിച്ചിരിക്കുന്നു: രാജാതിരാജൻ്റെ മാതൃസ്ഥാനത്തേക്ക് മറിയത്തെ ഉയർത്തിയിട്ടുള്ളതുകൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന മഹനീയ നാമം നൽകി ബഹുമാനിച്ചിരിക്കുന്നു. 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും വിശുദ്ധരുടെയും മാലാകമാരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും ഉപരിയായും മറിയത്തെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് തിരുസഭ അവളോട് പ്രാർത്ഥിക്കുന്നു. അവൾ ആവശ്യപ്പെടുന്നവ ലഭിക്കുന്നു. 12-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: ഈ തിരുനാൾ ദിവസം കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തോട് മനുഷ്യവർഗത്തിൻ്റെ പ്രതിഷ്ഠ നവീകരിക്കാവുന്നതാണ്. മതത്തിൻ്റെ വിജയത്തിലും ക്രിസ്തീയ സമാധാനത്തിലും നിർവൃതിയടയുന്ന ഈ സൗഭാഗ്യയുഗം അതിൽ അധിഷ്ഠിതമാണ്. മറിയം ക്രിസ്തുവിന് പകരം രാജ്ഞിയല്ല. അവളുടെ രാജ്ഞിത്വം മുഴുവനും ക്രിസ്തുവിൽ നിന്നാണ്. അവൾ നമ്മെ തന്നിലേക്കല്ല, തൻ്റെ പുത്രനായ ഈശോയിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ടാണ് സഭയുടെ പ്രാർത്ഥനയിൽ നാം വിളിക്കുന്നത്, സ്വർഗരാജ്ഞി ആനന്ദിച്ചാലും. മറിയത്തിൻ്റെ കിരീടം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സന്ദേശം ഇതാണ്: ദൈവത്തിന് പൂർണ്ണമായി അതെ എന്ന് പറയുന്ന ജീവിതം ഒടുവിൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്ന ജീവിതവുമായി മാറുന്നു.